എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 8ാമത് പോഷൻ പക്കാടയാണ് 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നമ്മൾ അംഗനവാടികളിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ സജീവമാക്കേണ്ടത്. അതിനുള്ള നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പോഷൻ പക്കാട എന്നുള്ളത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ അംഗനവാടികളിലും വിവിധ പ്രവർത്തനങ്ങളിലൂടെ അംഗനവാടികൾ കൂടുതൽ സജീവമാക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോഷൻ പക്കാടയുടെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. അതായത് ഈ വരുന്ന വ്യാഴാഴ്ച നമുക്ക് അംഗനവാടികൾക്ക് പൊതു അവധിയാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലെ എല്ലാ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ അവധിയായതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തടസ്സം നമുക്കുണ്ട്. അംഗനവാടി തുറക്കാനോ ഗുണഭോക്താക്കളെ സ്വീകരിക്കാനോ കഴിയാത്ത സാഹചര്യം നമുക്കറിയാം. എന്നിരുന്നാലും 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു മുന്നേ തന്നെ ഈ വർഷത്തെ പോഷൻ പക്കോടയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയണം. അതിലെത്ര തീമുകളുണ്ട്, ആ തീമുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഗുണഭോക്താക്കളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് ഇനിയുള്ള 2 ആഴ്ചക്കാലം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ പോഷൻ പക്കോടയുടെ എല്ലാ ബെനിഫിറ്റും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെ പോഷക ഭാഷാ ചാനലിൽ തുടക്കത്തിൽ തന്നെ ഈ പോഷൻ പക്കോട 8ാമത് പോഷൻ പക്കോടയുടെ വിവരങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് തീമുകൾ, എങ്ങനെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടത്, വിശദമായി തന്നെ നമ്മളൊരു സെഷൻ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് കാണുക. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് അംഗനവാടികളിലൂടെ ചെയ്ത് പൂർത്തിയാക്കേണ്ടത്, ആരെയൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ ക്ഷണിക്കേണ്ടത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, 9-ാം തീയതി എന്ന് പറയുന്നത് പോഷൻ പക്കാടയുടെ ആദ്യത്തെ ദിവസമാണ്, വ്യാഴാഴ്ചയാണ്. അന്ന് കേരളത്തിൽ പൊതു അവധിയാണ്, അംഗനവാടി തുറക്കില്ല. എന്നിരുന്നാലും നമ്മൾക്ക് നമ്മളെ പോഷൻ പക്കാടയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കം കുറിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അത് മനസ്സിലാക്കി പരമാവധി ഗുണഭോക്താക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഈ വർഷത്തെ പോഷൻ പക്കാട ഫോക്കസ് ചെയ്യുന്നത് 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബുദ്ധിവികാസം വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ ഇന്നത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ നിങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളും അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോഷൻ ട്രാക്കറിൽ അവരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം ഉറപ്പാക്കണം. നിങ്ങൾക്കെല്ലാം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ 3 കാറ്റഗറി തിരിച്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് 0 മുതൽ 6 മാസം വരെയുള്ള അമ്മയും കുഞ്ഞും ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ട്. 6 to 3 കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ടാവും. ഒപ്പം 3 to 6 പ്രീ സ്കൂളും അല്ലാത്ത കുട്ടികളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്കുണ്ടാവും. ഈ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പോഷൻ പക്കോടയുടെ സന്ദേശം നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം ഇന്നത്തെ ആക്ടിവിറ്റി പൂർത്തിയാവും. അതായത് ഈ വർഷത്തെ പോഷൻ പക്കോട ലക്ഷ്യം വെക്കുന്നത് എന്താണ്, പോഷൻ പക്കോട എത്ര ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നതാണ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അതിലെത്ര തീമുകൾ കവർ ചെയ്യുന്നുണ്ട്, അത് ആർക്കൊക്കെ ഗുണകരമാണ് എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ 4 വരി സെൻറ്റൻസ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ ആക്ടിവിറ്റി പൂർണ്ണമാവും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം. കാരണം അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോഷൻ പക്കോടയാണെങ്കിലും സ്വച്ഛതാ പക്കോടയാണെങ്കിലും പോഷമ്മ ആണെങ്കിലും നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിലും കൂടുതലായി വരുന്നത് ബോധവൽക്കരണ പരിപാടികളാണ്. ആയതുകൊണ്ട് തന്നെ പോഷൻ പക്കോടയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ആദ്യത്തെ ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ 9-ാം തീയതി നാളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇത്തരത്തിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരു സന്ദേശമായി നമ്മൾ അയച്ചു കൊടുക്കുന്നത്. സന്ദേശത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ അതൊരു പാരഗ്രാഫായി നിങ്ങളിലേക്ക് എത്തിക്കും. അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് അവരുടെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്താലും മതിയാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് അയച്ചു തരുന്നത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പോഷക ഭാഷ എന്നുള്ളൊരു വാട്സപ്പ് ചാനലുണ്ട്. ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത ടീച്ചേഴ്സിന് സന്ദേശം കിട്ടില്ല. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ സന്ദേശം ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളത് കൃത്യം നമ്മൾ ഈ ചെയ്യുന്ന സെഷന് താഴെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ ചാനലിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോഷക ഭാഷയിലൂടെ നിങ്ങൾക്ക് എത്തുന്ന എല്ലാ വീഡിയോ
വീഡിയോസും നിങ്ങൾക്ക് എത്തുന്ന ഓരോ ട്രെയിനിങ് സെഷനുകളും നിങ്ങൾക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മാത്രം മതി. കാരണം പോഷൻ പക്കാടിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കൂടെ നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ പ്രൊജക്റ്റിലെ ടീച്ചേഴ്സിന് മാത്രമല്ല മറ്റുള്ള ടീച്ചേഴ്സിനും അത് ഉപകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പരമാവധി ടീച്ചേഴ്സിന് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വീഡിയോസ് ആണെങ്കിലും ട്രെയിനിങ് സെഷനുകളെയും പല ടീച്ചേഴ്സിൻ്റെ സംശയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടികളാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ പോഷൻ പക്കോട, പോഷൻ മാ തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഡേ ടു ഡേ എന്തൊക്കെ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. 9-ാം തീയതിയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗുണഭോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോഷൻ പക്കാടിയുടെ മൊത്തം പ്രവർത്തനങ്ങൾ എന്താണ്, ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് നമ്മളെ 9-ാം തീയതിയിലെ പ്രവർത്തനം. അത് നമ്മളൊരു പാരഗ്രാഫായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ വാട്സപ്പ് ചാനലിലേക്ക് കൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് അത് കിട്ടും, ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്താൽ തന്നെ നമ്മൾ 9-ാം തീയതിയിലെ പ്രവർത്തനം പൂർത്തിയാവും. അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ, ഈ സെഷൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു.